സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. നിധി കണ്ടെത്തിയോ? നിധി കണ്ടെത്തിയവർ എന്തും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ നിധി സ്വന്തമാക്കും. ബൈബിള് എല്ലാ ദിവസവും വായിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ അതിനർത്ഥം അതിൻ്റെ രുചിയും അതിൻ്റെ സൗന്ദര്യവും നമ്മൾ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. ജപമാല ചൊല്ലാത്ത ദിവസമുണ്ടോ? എങ്കിൽ അതിൻ്റെ അത്ഭുതകരമായ ശക്തി നിനക്ക് മനസ്സിലായിട്ടില്ല. പ്രാർത്ഥന നീ ഉപേക്ഷിച്ചിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ സാന്നിധ്യം നിനക്ക് മനസ്സിലായിട്ടില്ല. അവൻ പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഏതെങ്കിലും കാരണത്താൽ വിശുദ്ധ കുർബാന ഒഴിവാക്കിയിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം നിനക്ക് ഈശോയോടുള്ള സ്നേഹം മനസ്സിലായിട്ടില്ല. ഈശോയ്ക്ക് നിന്നോടുള്ള സ്നേഹം നിനക്ക് മനസ്സിലായിട്ടില്ല. പാപികൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുക എന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അതേ സഹോദരങ്ങളെ, നമ്മുടെ മുൻപിൽ ഒരു നിധിയുണ്ട്. കൈവശമാക്കിയവർ ഭാഗ്യവാന്മാർ. ആഗ്രഹിക്കാം, അത് കൈവശമാക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.